അപ്പം 2003 ഇറങ്ങിയ ബാലേട്ടനാണ് ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ തന്നത് അല്ലെ സൗത്ത് ഇന്ത്യയില്. അപ്പൊ അന്ന് ആ ഒരു മൂവി കമ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്ന ഒരു റീസൺ ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? അതിന് കുറേ റീസൺസ് ഉണ്ട്. അവരാണ് ദേ കോൾ മീ. അവർ എൻ്റെ ഒരു തമിഴ് സിനിമയുടെ റണ്ണിങ് ആയിരുന്നു, രമണ എന്ന് പറഞ്ഞിട്ട് വിജയകാന്ത് സാറിൻ്റെ പടം റണ്ണിങ് ആയിരുന്നു. സോ അത് ആ സിനിമ കാണാൻ വേണ്ടി പറഞ്ഞു വിട്ടത് ഡയറക്ടർ തുളസിദാസ് സാറായിരുന്നു. എന്നുവെച്ചാൽ അതിലൊരു അസിസ്റ്റന്റ് ഡയറക്ടർ തുളസിദാസ് സാറോട് പറഞ്ഞു ഇങ്ങനത്തെ ഒരാളാണ് ഞങ്ങൾ തേടിക്കൊണ്ടിരുന്നത്, ആളെ കിട്ടിയിട്ടില്ല. അപ്പോൾ പുള്ളി പറഞ്ഞ് മേ ബി നിങ്ങൾ നോക്കുന്ന ആൾ ഈ രമണയിലുള്ള പടത്തിൽ മേ ബി ഉണ്ട്, ഒന്ന് കണ്ടുനോക്ക്, റിയാസ് ഖാനാണ്, കണ്ടുനോക്ക് എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് പോയി കണ്ട് അങ്ങനെ ഫിക്സ് ആയ പടമാണ് ബാലേട്ടൻ. ബാലേട്ടൻ കിട്ടിയിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഇത് അവരോടൊന്നും അല്ല, എൻ്റെ അമ്മേനോട്. അമ്മയുടെ അമ്മ ഞാൻ ഈ പടം ചെയ്യില്ലെന്ന്. അമ്മ പറഞ്ഞു ഒറ്റ എന്ത് മണ്ടത്തിലാണ്. അമ്മ എനിക്ക് മലയാളം അറിയില്ല, മലയാളം വായിക്കാൻ അറിയില്ല, സ്ക്രിപ്റ്റ് എങ്ങനെ വായിക്കും, മുമ്പിൽ നിൽക്കുന്ന ആരാണെന്നറിയോ, ആ സാറ് മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കും, ഇത്രയും തമിഴ് പടമൊക്കെ ചെയ്തില്ലേ, അതും പോയി ചെയ്തിട്ട് വന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പറഞ്ഞോണ്ടാണ് അന്ന് ബാലേട്ടൻ എടുത്തത് അല്ലേ? അങ്ങനെ എന്നിട്ട് അതിലും ഫസ്റ്റ് ഡേ ഒറ്റപ്പാലത്ത് ഷൂട്ടിങ്ങിൽ എനിക്ക് ദേവ്യാനീനെ അറിയാം, ബിക്കോസ് വി ഹാവ് വർക്ക് ടുഗദർ. മോളിൽ ഇങ്ങനെ പഠിക്കട്ട് ബാലേട്ടൻ്റെ വീടില്ലേ, ആ വീട്ടിൽ ഷൂട്ടിങ്, മോളിൽ റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വേഗം ഓടി വന്നിട്ട് ഇങ്ങനെ ഒരു പേപ്പർ വന്നിട്ട് പോയി, സ്ക്രിപ്റ്റ് ഇത് സീൻ പേപ്പർ. ഏഷ്യനെന്നറിയോ, ക്ലൈമാക്സിൻ്റെ ബിഫോർ, ഫൈറ്റിൻ്റെ ബിഫോർ പെണ്ണ് കാണാൻ വരും ഞാൻ. അതാണ് ഫസ്റ്റ് ഷോട്ട് പടത്തിൽ. ഇങ്ങനെ ചിരിച്ചിട്ട് വരും, വാ ബാലേട്ടാ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് വരും. അപ്പോൾ അതിൽ ഒരു 6-7